ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇന്ത്യയിൽ 24,000-ഓളം ആളുകൾ ഇത് കാരണം മരണപ്പെടുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് ഹാദി എന്നോട് ഷെയർ ചെയ്തൊരു കണക്കാണിത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ളൊരു മെഡിക്കൽ എമർജൻസി ഒരാൾക്ക് സംഭവിക്കുന്ന ആ മൊമെൻറ്റ് തൊട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ആ സമയത്ത് വരുന്ന എന്തെങ്കിലും ഒരു താമസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിലേ കാരണം എല്ലാ ദിവസവും ഒരുപാട് ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് 9ാം ക്ലാസ്സുകാരനായ അബ്ദുൽ ഹാദി ഡോപ്പയുടെ ജൂനിയർ സയൻറ്റിസ്റ്റ് എന്ന പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അവൻ അവിടെ വെച്ച് ഒരു വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹാദിയെയും അവൻ്റെ ഈ പ്രൊജക്റ്റിനെയും അവൻ്റെ ഫ്രണ്ട് ഷാഹുലിനെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രമേളയ്ക്ക് ഞാൻ ജസ്റ്റ് സാധാ പോലെ തുടങ്ങി വെച്ചതാണിത്. പിന്നെ നമ്മളെ ശരിക്കും നമ്മളെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ് ഈ ആംബുലൻസും ഇത്ര. അതായത് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇന്ത്യയിൽ 24,000-ഓളം ആളുകൾ ഇത് കാരണം മരണപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പണ്ടേ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ. അപ്പോൾ ഇത്ര ആൾ ഇങ്ങനെ മരണപ്പെടുന്ന അതിന് ഇതുവരെ ഒരു കാരണം ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റം, അത് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ഒരു ഇങ്ങനെ കണ്ടെത്തണം, ഇത് ചെയ്യണം എന്നുള്ളൊരു വാശി തോന്നി. ഞാനൊരു സിനാരിയോ പറയാം. നമ്മുടെ ഒരു റിലേറ്റീവ് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന്, നമുക്കറിയാം അറ്റാക്കൊക്കെ വന്നൊരു ഗോൾഡൻ അവർ, ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ എത്തിയാൽ മാത്രമേ നമുക്കൊരു അത് വലിയൊരു പെർമനൻറ്റ് ഡാമേജ് ആകുന്നതിന് മുമ്പ് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫേസിൽ ഒരു പേഷ്യൻ്റായിട്ട് ഒരു ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ട്രാഫിക് ജംഗ്ഷൻ്റെ അവിടെ നല്ല തിരക്കൊണ്ട് ഫുൾ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആംബുലൻസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദിയുടെ ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പോൾ ഇതുപോലത്തെ ട്രാഫിക്കിൽ പെടുന്ന സമയത്ത് ഓരോ ട്രാഫിക്കിലായിട്ട് ഞാൻ ഓരോ RFID റീഡർ ഘടിപ്പിച്ചിട്ടുണ്ട്. RFID റീഡർ എന്താണ് ഒരു RFID എന്ന് പറയുന്നത്? RFID നമ്മൾ സ്പെസിഫിക് ഫ്രീക്വൻസി കണ്ടെത്തിയിട്ട് ഇത് അതായത് ഇപ്പം നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ വരെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ലക്ഷറി ഹോട്ടലിൽ പോകുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഒരു കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ ഡോർ തുറക്കുന്നു. അതായത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി. നമ്മുടെ ഫാസ്റ്റാഗ് ഒക്കെ ഒരു RFID. അപ്പോൾ ഈ RFID കുറേ മെഗാ ഹെർട്സ് കുറേ തരത്തിലുണ്ട്. ഇപ്പം ഒരു ആംബുലൻസിൽ ഇപ്പോൾ ഇതൊരു 13.56 മെഗാഹെർട്സ് വർക്കാവുന്ന ഒരു റീഡറാണ്. അപ്പോൾ ഈ റീഡർ 30.56 മെഗാഹെർട്സ് മാത്രമേ റീഡ് ചെയ്യും. ആ ഒരു ഫ്രീക്വൻസി മാത്രമേ ഇത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു RFID കാർഡ് ഞാൻ ആംബുലൻസിൽ ഘടിപ്പിക്കും. അപ്പോൾ ആംബുലൻസ് ട്രാഫിക്കിലെടുത്ത് പോകുന്ന സമയത്ത് അതിന് മനസ്സിലായി ഇതൊരു ആംബുലൻസ് ആണ്. ഇതിൽ മെയിൻ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ ഈ മൈക്രോ കൺട്രോളർ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അതുപോലെയാണ് ഇത് വർക്കാവുക. ഇപ്പോൾ ഒരു ആംബുലൻസിൽ ഞാൻ ഈ RFID റീഡർ കാർഡ് ഘടിപ്പിച്ചാൽ ഈ ട്രാഫിക്കിനടുത്ത് ഒരു ആംബുലൻസ് പോകുന്നെങ്കിൽ ഈ RFID റീഡർ ആ ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്യും. ഈ റീഡറുകൾ നമ്മൾ പല സ്ഥലത്തായിട്ട് അതായത് ഈ ട്രാഫിക്കിന്റെ സ്ഥലത്ത് മാത്രം ഇപ്പോൾ ഒരു ലൈൻ, ഇതൊരു ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു റോഡ് എന്ന് സങ്കല്പിക്കുക. ഈ റോഡിന്റെ തുടക്കത്തിൽ ഈ റീഡർ ഞാൻ വെക്കും. ഇപ്പം ഈ സിഗ്നലാണ് ഗ്രീൻ ലൈറ്റ്, അതായത് ഈ സിഗ്നലാണ് ക്ലിയർ ആണെങ്കിൽ പിന്നെ ഈ തുടക്കത്തിൽ ഒരു RFID ഇപ്പൊ പ്രോട്ടോടൈപ്പ് എന്ന രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ റോഡ് ജംഗ്ഷന്റെ തുടക്കത്തിൽ വെച്ചാൽ ഇപ്പൊ ഒരു ആംബുലൻസ് ആ റോഡ് കയറി ഇത് മനസ്സിലാക്കുക ഈ റോഡിലേക്ക് ആംബുലൻസ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ വേറെ എല്ലാ 3 ട്രാഫിക്കും ക്ലിയർ ആക്കി, അതായത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇപ്പോൾ ഇവിടെയുള്ള വാഹനങ്ങൾ മാത്രം തുറന്നിടും. അതായത് ഈ റൂട്ട് ക്ലിയർ ആക്കും, ആംബുലൻസിന് വേണ്ടി ഈ റൂട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കും. ഇപ്പോൾ ഇവിടെ റെഡ് ആയിട്ടാണുള്ളത്. ഇപ്പം ഈ ജംഗ്ഷന്റെ തുടക്കത്തിൽ ഒരു ആംബുലൻസ് വന്നാൽ ഈ RFID കാർഡ് ഈ ടാഗിന്റെ ഫ്രീക്വൻസി ഇത് മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഡിയോ ഫ്രീക്വൻസി മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ആ വിവരം ആർഡിനോയിലേക്ക് എത്തിക്കുക. അതായത് ഏത് പ്രോസസ്സറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സാറിന് കാണാം വേറെ എല്ലാ സിഗ്നലും റെഡ് ആയിട്ട് ഇതിന് ഈ ആംബുലൻസ് വരുന്ന വഴി മാത്രം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് ജംഗ്ഷൻ തുടക്കത്തിൽ കയറിയാൽ തന്നെ ഇപ്പോൾ ഒരു വാഹനങ്ങൾ എന്തായാലും ഉണ്ടാവും ട്രാഫിക് റെഡ് ആയിക്കൊണ്ട്. അപ്പോൾ ആംബുലൻസ് ആ റോഡിന്റെ തുടക്കത്തിൽ കയറിയാൽ തന്നെ
ഇവിടെയുള്ള വാഹനങ്ങളെല്ലാം ക്ലിയർ ആവും. ആംബുലൻസിന് ആണ് എത്രയും ടൈം, 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് വരെ ഇത്രയും സിറ്റുവേഷനിൽ സാർ പറഞ്ഞ പോലെ 1 മിനിറ്റ് വരെ നമുക്ക് അത്രയും ഗോൾഡൻ അവർ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് ആംബുലൻസിന് മാത്രമല്ല എല്ലാ എമർജൻസി വാഹനങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം. അത് എല്ലാ എമർജൻസി വാഹനങ്ങളും എമർജൻസി സിറ്റുവേഷനിൽ ഇതുപോലെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ട്രാഫിക്കിൽ പെട്ടാൽ അവിടെ ഇത്തരം സിറ്റുവേഷൻ നമുക്ക് ടൈമാണല്ലോ പ്രധാനം. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ അവിടെ നല്ലോണം ഉപകാരപ്പെടുക. അതായത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് എൻ്റെ ഈ പ്രൊജക്റ്റ് മൊത്തം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ RFID റീഡർ വിത്ത് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതായത് ഈ രോഗി ആശുപത്രിയിൽ എത്തുന്നവരെ രോഗിയെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല ഡോക്ടർക്കും അടുത്ത ആശുപത്രിക്കാർക്കും. അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് ഈ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ആംബുലൻസിൻ്റെ ഉള്ളിൽ ഒരു സ്മാർട്ട് ആംബുലൻസ് ആണ് ഇത്. അപ്പോൾ ഈ ആംബുലൻസിനുള്ളിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ആശുപത്രിയിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് രോഗിയുടെ കണ്ടീഷൻ എന്താണ്, രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ രോഗിയുടെ ടെമ്പറേച്ചർ, രോഗിയുടെ ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ രോഗിയുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ്, അതായത് രോഗിയെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള A to Z സംഭവം ഇതിൻ്റെ ഒന്ന് തന്നെ. അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് അത്രയും ടൈം ഇവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ എത്താൻ മുമ്പേ ഇത് മുൻകൂട്ടി കണ്ടെത്തി ആ വിവരം ഡോക്ടറിലേക്ക് എത്തിച്ചാൽ, അതായത് ഇപ്പോൾ നമ്മുടെ രോഗിൻ്റെ കണ്ടീഷൻ വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്രീനിൽ നമുക്ക് പേഷ്യന്റ് പ്രഗ്നന്റ് ആയിട്ടൊരു പേഷ്യന്റ് വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടർക്ക് അതിനനുസരിച്ച് അവിടുത്തെ ഒരുങ്ങാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് ലേബർ റൂമൊക്കെ വേണമെങ്കിൽ റെഡിയാക്കാൻ പറ്റും. സാധാരണ ഇപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തി ഇതിൽ ചെയ്യുന്ന സമയത്ത് രോഗി മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ആശുപത്രി, ബ്ലഡ് ഗ്രൂപ്പ്, രോഗിയുടെ കണ്ടീഷൻ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പം രോഗിൻ്റെ ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് എല്ലാം നമുക്ക് ഡിസ്പ്ലേ തന്നെ കാണും. അതിനുശേഷം ഈ സെൻഡ് നില പൊട്ട് അമർത്തിയാലാണ് സാറിന് ഇപ്പം കാണാൻ ഫോണിലേക്ക് അതിൻ്റെ കോളും SMS സ്മാർട്ട് ആംബുലൻസ് കോൾ. ഇതിപ്പോൾ എൻ്റെ ഫോണിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏത് ആശുപത്രിയാണോ സെലക്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് ഈ SMS കോളും പോകുക. SMS തന്നെ കണ്ടീഷന് ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത്, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ലൊക്കേഷൻ, അതായത് ഈ ആംബുലൻസിൻ്റെ ലൊക്കേഷനും കൂടി ഇതിൽ പോകുന്നുണ്ട്. അപ്പം ആംബുലൻസ് എവിടെ എത്തി നോക്കിയിട്ട് അതിനെല്ലാം മുൻകൂട്ടി പ്രിക്കോഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു ക്യാമറ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ രോഗിയും ആശുപത്രിയിലെ ഡോക്ടറുമായിട്ട് ഒരു ലൈവ് വീഡിയോ ചാറ്റും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു IP അഡ്രസ് ആണ് ഇവിടെ SMS ആയിട്ട് വരും. ശരി, അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഡാറ്റ മാത്രമല്ല പേഷ്യന്റ് ഡയറക്റ്റ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാമറയുടെ കാര്യത്തിൽ മുമ്പ് എന്തോ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നല്ലോ. സാധാരണ നമുക്കിപ്പം വേണമെങ്കിൽ എനിക്ക് എൻ്റെ പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് സാധാരണ ഒരു ക്യാമറ വാങ്ങിയിട്ട് അതിൻ്റെ IP അഡ്രസ് ആശുപത്രിയിലേക്ക് ഷെയർ ചെയ്താൽ മതി. പക്ഷേ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സ്വന്തക്ക് പ്രോഗ്രാമിങ് ചെയ്തിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി സെറ്റാക്കിയ ഒരു ക്യാമറയാണിത്. ESP32 ക്യാമറ എന്ന് പറയും. സാധാരണ ഒരു ക്യാമറ മൊഡ്യൂൾ ഇതിൽ ഘടിപ്പിച്ചിട്ട് ഈ ക്യാമറനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിങ് ചെയ്ത് ഉണ്ടാക്കിയാണ്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതും നമ്മളാക്കി ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പറഞ്ഞല്ല. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് ഉപരി എൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ ഒരു ക്യാമറ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ESP32 ക്യാമിൻ്റെ ഒരു വെബ് സെർവർ. ഇത് ഞാൻ പ്രോഗ്രാമിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വെബ് സെർവറാണ്. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസേഷൻ, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ ഹാദി, എനിക്ക് ഒരു സംശയമുണ്ട്. നമ്മുടെ ഈ സ്മാർട്ട് ആംബുലൻസിൽ പേഷ്യന്റ് കയറി, ബട്ട് ഇത് ഈ രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമ്മുടെ സാധാരണക്കാരായുള്ള പേഷ്യൻസിന് എങ്ങനെ മനസ്സിലാവും? അതിനും കൂടി ഒരു സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു അടിയന്തര അവസ്ഥ വന്നാൽ, അതായത് ഒരു ആക്സിഡന്റ് ആയിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവണമെന്നില്ല സാധാരണ ആൾക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്വന്തക്ക് എൻ്റെ ഒരു AI ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പ്രൊജക്റ്റിൽ AI ഉപയോഗിക്കുമ്പോൾ കൂടിയ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് റാസ്ബെറി പൈ അങ്ങനത്തെ ഉപയോഗിച്ചിട്ട് അപ്പോൾ നല്ല കോസ്റ്റ് ആവും. അതുപോലെ തന്നെ കോസ്റ്റിനെ കാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ പോലത്തെ API നമ്മൾ ഗൂഗിളിൻ്റെ എല്ലാം ഉപയോഗിക്കല് ഈ AI സഹായത്തിന് വേണ്ടി. പക്ഷെ ഇതിൽ ഏറ്റവും മെയിൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം API വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതാണ് എൻ്റെ സ്വന്തം ഈ വെബ്സൈറ്റ്. പിന്നെ ഇതിന് ഒരു വെബ് സെർവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെബ് സെർവർ സാറിന് കാണും, മെയ്ഡ് ബൈ ഹാദി എന്ന് കാണും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാധാരണ എല്ലാവരും ESP32 വെച്ച് സാധാരണ പ്രൊജക്റ്റാണ് ചെയ്യാറ്. അപ്പോൾ ഈ ESP32 കൊണ്ട് ഒരു ഇങ്ങനത്തെ ഒരു വെബ് സെർവർ AIയും കൂടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പുതിയതായിട്ട് കണ്ടെത്തിയാണ്. ഞാൻ ഇതുവരെ ESP32 വെച്ച് ആരും AI ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും കോസ്റ്റ് എഫിഷ്യന്റ്, വെറും 400 രൂപയ്ക്ക് ഈ ഒരു സൂപ്പർ AI ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു നല്ലൊരു സന്തോഷമില്ല. ഇതാണ് ഇത് ഉപയോഗിച്ച മൈക്രോ കൺട്രോളർ ESP32. അതുപോലെ തന്നെ ഒരു LCDയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ LCDയിൽ നമുക്കിതിൻ്റെ IP അഡ്രസ്സ് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്താൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും ഈ AI. സോ നമ്മൾ പേഷ്യൻറ്റിന് ആംബുലൻസിനകത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സ്ക്രീനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ സ്മാർട്ട് ആംബുലൻസ് ഉണ്ടാക്കിയ വെബ് സെർവറാണ്.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു അസിസ്റ്റൻറ്റ് 4 ടാബ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അസിസ്റ്റൻറ്റ് ചാറ്റ്, ഒന്ന് വിർച്വൽ ഡിസ്പ്ലേ, ഓക്കെ. പിന്നെ ഇൻഫോ എക്സ്ചേഞ്ച്. ഇപ്പോൾ രോഗിക്ക് എന്തെങ്കിലും അലർജി, ചില ആൾക്ക് അലർജി ഉണ്ടാവും, ഇന്നത്തെ മെഡിസിൻ അലർജി. അപ്പോൾ അത് ഡോക്ടർക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പം രോഗിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലൈവ് ചാറ്റും കൂടി ഉണ്ട്. അപ്പം ഇപ്പോൾ ആംബുലൻസിൽ കയറുന്ന ഒരാളും ഡോക്ടറുമായിട്ട് എന്തെങ്കിലും ചാറ്റ് ചെയ്യണമെങ്കിൽ ഈ ടാബ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ചാറ്റ്, ഈ സിസ്റ്റമായി ബന്ധപ്പെട്ടും അത് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചാൽ, അതായത് ഈ സിസ്റ്റം ആംബുലൻസും ആശുപത്രി, അതായത് എന്ത് ചോദ്യം ചോദിച്ചാൽ ഇത് ഉത്തരം നൽകും. ഒരു രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ സംശയത്തിന് ആൻസർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി. അപ്പോൾ അതാണ് എൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾ വരെ ഇതിൻ്റെ അകത്ത് കയറിയാൽ ഈ സിസ്റ്റത്തിനെ പറ്റി 0 to 100 ഇത് പറഞ്ഞു എന്ത് ചോദിച്ചാൽ. ശരി. ഓക്കെ. അതുപോലെ ഇവിടെ ഒരു ഓക്സിമീറ്റർ ഇരിപ്പുണ്ടല്ലോ, ഇതെന്താ? ഇപ്പം നമ്മളെ ആംബുലൻസിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബ്ലഡ് പ്രഷർ, അതിനുള്ള പൾസ് ഓക്സിമീറ്റർ, ഇങ്ങനത്തെ സാധനത്തിൽ ഡയറക്റ്റ് നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റില്ല ആശുപത്രിയിലേക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെബ് സെർവർ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ഈ ഇൻഫോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ടാബ് വഴി നമുക്ക് ഡോക്ടറിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ സെർവറും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പൾസ് ഓക്സിമീറ്റർ നല്ല വിലയാണ്. അപ്പോൾ ഈ AI വെച്ചിട്ട് അതും കൂടി നമുക്ക് സാധിക്കാൻ പറ്റും. റോൾ മോഡലായിട്ട് ആരുമില്ല, പക്ഷേ എന്നെ ഈ ഫീൽഡിലേക്ക് എത്തിച്ചത് എൻ്റെ UP സ്കൂളിലത്തെ ഒരു സാറാണ്. സാറിൻ്റെ പേര് പ്രജേഷ് എന്നാണ്. അതിൻ്റെ ഒരു സയൻസ് അധ്യാപകനാണ്. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് സയൻസ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്. അപ്പം സാറ് പറഞ്ഞ എന്താ നമുക്ക് ഇന്നോവേറ്റീവായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാം, എന്നാലും നമുക്ക് കാര്യമില്ല കൊണ്ടുപോകുന്നതിൽ. അപ്പം ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെയ്തത്. എന്ന് പറയുമ്പം 3 കൊല്ലം മുമ്പ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വയനാട് ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിന് എനിക്ക് ഒന്നും അല്ല, ഞാൻ ബിഗിനറാണ്, 0% നോളജ് തന്നെ പറയാം. അപ്പോൾ സാറ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കമ്പോണൻസ് വാങ്ങി തന്നിട്ട് പറഞ്ഞ് ഇതിന് ഏകദേശം 2K കോസ്റ്റ് ആണ്, എന്തായാലും നീ എനിക്ക് വാങ്ങി തന്നല്ലേ, നീ എന്തായാലും ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഭാരം കിട്ടിയ ആ സമയത്ത് ഞാൻ നല്ലോണം നമുക്ക് അതായത് ഇതുണ്ടായി, സാറെന്തിങ്ങനെ ഇതുണ്ട് എന്നോട് പറയുന്നത് എൻ്റെ ചെറിയ പ്രായമല്ലേ. അങ്ങനെ ആ സാർ ആ സമയത്ത് അങ്ങനെ തന്നുകൊണ്ട് അതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അത് ലാസ്റ്റ് ചെയ്തുണ്ടാക്കി. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടി 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും 9ാം ക്ലാസ് പഠിക്കുന്നവരെ എൻ്റെ അറിവിൽ ഹാർഡിനോ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ ESP32 അങ്ങനെ കുറേ മൈക്രോ കൺട്രോളർ ഉണ്ട്. ഞാൻ ശരിക്കും 9ാം ക്ലാസ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണ് ESP എന്താണെന്ന് അറിയുന്നത്, അത് ഉപയോഗിക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമുക്ക് മനസ്സിലായത് അത് ഈ ആർഡിനോക്കാട്ടി എന്തെല്ലോ കഴിവില്ലതാണ് ഈ ബോർഡിൽ. അപ്പോൾ ഇതിനെ കാട്ടി പൈസ കൂടി ബോർഡിലുണ്ട്. പക്ഷെ ഞാൻ അവിടെ എത്തണത്ര ഇൻഷാല്ലാ ഒരു ദിവസം അടുത്തും. അതുപോലെ തന്നെ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ UP സാറാണ്, UP സ്കൂളിലെ സാറാണ് എനിക്ക് ഈ ഒരു ഇത് തന്നെ. പിന്നെ എൻ്റെ HS ഒരു മിസ്സുണ്ട്, സാജ മിസ്സാറാണ് പഠിപ്പിക്കുന്ന. പക്ഷെ എന്നെ മിസ് ഇതുവരെ പഠിപ്പിച്ചില്ല. നമ്മൾ സയൻസ് ഈ പരിപാടിക്ക് തന്നെ നല്ലോണം ഇതായി. അപ്പോൾ ആ മിസ്സാണ് എനിക്ക് നല്ല ശരിക്കും സപ്പോർട്ട്. ജസ്റ്റ് ഒരു മിസ്സിന് ഉപരി നല്ലൊരു ഒരു, അതായത് മിസ്സിൻ്റെ ഒരു മോൻ തന്നെ കരുതി അക്കൊണ്ട് എല്ലാ സപ്പോർട്ട് തന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇത് വാങ്ങണമെങ്കിൽ ഞാൻ പൈസയിൽ മിസ്സിനോട് പറഞ്ഞാലും മിസ്സ് വാങ്ങിത്തരും. അതായത് അത്രയും സപ്പോർട്ട്. എന്നെ 100% ട്രസ്റ്റ്. ഞാൻ മിസ്സിനോട് പറഞ്ഞ് നമുക്ക് ഈ ശാസ്ത്രമേളയിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആക്കാം, എത്ര പൈസ ആദ്യം ചെയ്തത് 100% ട്രസ്റ്റ് എനിക്ക് തന്നെ. അതായത് ഇവനെ ആക്കാൻ കഴിയില്ലേ അങ്ങനത്തെ ഒരു ഇത് എന്നോട് ഇല്ല. അതായത് മിസ് എന്തിനും കഴിയില്ല എന്നല്ല, എന്ത് ചെയ്തോ അപ്പോൾ പൈസ ഒന്നും പോട്ട് ചെയ്തത് എനിക്ക് എത്രമാത്രം കഴിയും എത്രമാത്രം മിസ് ചെയ്തു. എന്തിനും നല്ല സപ്പോർട്ടിൽ മിസ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നുള്ള ട്രസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രസ്റ്റ് കാണുമ്പോൾ നമുക്ക് അത് ചെയ്യേണ്ട കോൺഫിഡൻസ് ആണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാൻ പറ്റിയ 2 ആളാണ് എൻ്റെ പ്രജേഷ് സാറും പിന്നെ മിസ്സാണ്. ശരി. സോ ഹാദിയുടെ എന്താ പറയുക, വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, നല്ലോണം എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടത്. സോ ഹാദി, ഈ ഒരു പ്രൊജക്റ്റ് എന്തായാലും റിയാലിറ്റി ആക്കി മാറ്റണം, അതാണല്ലോ അൾട്ടിമേറ്റ് ഇപ്പോൾ ഒരു ഡ്രീം ആയിട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിയണമെന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹമുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിൽ ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ അനുപവികാസപ്പുറ സാറിനെ പരിചയപ്പെട്ട് എനിക്ക് ശരിക്കും നമ്മളെ കേരളത്തിൽ കൊണ്ടുവരണം നല്ല ആഗ്രഹം. അനൂപ് സാറിനെ പരിചയപ്പെട്ടല്ലേ? ഓക്കെ, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അനൂപ് സാറിനെ പരിചയപ്പെട്ടിട്ട് എനിക്ക് ഇതെല്ലാം എനിക്ക് കുറേ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, പക്ഷെ അതിനൊന്നും മോട്ടിവേഷൻ എനിക്ക് അതിൻ്റെ ഐഡിയ പറഞ്ഞാലൊന്നും ആരുമില്ല. അപ്പം അനൂപ് സാറെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കണ്ടിട്ട് അത് ഇതാക്കണം എൻ്റെ ഒരു ആഗ്രഹം. അത് ഈ പ്രൊജക്റ്റിന് മുമ്പായിട്ട് വേറൊരു പ്രൊജക്റ്റ് ചെയ്തത് അത് IIT റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട് അല്ലേ, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് പറയാമോ?
അതെന്തായിരുന്നു പ്രൊജക്ട്? അതൊരു സീസ്മോമീറ്റർ ആയിരുന്നു. സീസ്മോമീറ്റർ അതെന്താ? സീസ്മോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രീക്വൻസി മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തിന്റെ frequency? എർത്ത് ഡിറ്റക്ഷൻ്റെ. അപ്പോൾ നിലവിലുള്ളത് സീസ്മോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് സീസ്മോമീറ്റർ ആണ്. ഓക്കെ. ഇപ്പം IIT സന്ദർശിച്ച സമയത്ത് അവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അവർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ഏകദേശം ഒരു 8 lakh അതിന് കോസ്റ്റ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയ അതേ പ്രോട്ടോടൈപ്പിന്റെ അതേ വർക്കിംഗ് ആണ് ഏകദേശം ഉള്ളത്. എൻ്റെ എക്സ്ട്രാ ഫീച്ചറും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ഒരു 2K ബഡ്ജറ്റ് അതിന് താല്പോട്ടാണ്. സോ അവരവിടെ 8 lakh മേടിച്ച് വെച്ച സാധനത്തിന്റെ ആ സെയിം ഫീച്ചേഴ്സ് ഉള്ള 2000 rupees ഹാദി ക്രിയേറ്റ് ചെയ്യും. അതാണ് അവർക്ക് അട്രാക്റ്റീവ്. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത്, അതും 2K ഇത്രയും ഏകദേശം ഒരു 80% തന്നെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് അവർക്ക് മെയിൻ ആയിട്ട് ഇത് കാര്യമായത്. അപ്പം അതുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, അതൊരു പ്രോട്ടോടൈപ്പ് ഞാനാണ് അവതരിപ്പിച്ചത്. പ്രോട്ടോടൈപ്പ് ആയിട്ട് ഞാൻ അതൊരു പ്രൊഡക്റ്റ് ആക്കണമെന്ന്, പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും IIT നമുക്ക് തരാമെന്ന് അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഓൾറെഡി ഒരു ഓൺട്രപ്രനർ എന്നുള്ള രീതിയിലും കൂടെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ അതിനെക്കാട്ടും കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ള അതിനെക്കാട്ടി കൂടുതൽ ഇന്നോവേഷനും സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇതും കൂടി ഞങ്ങൾക്ക് എന്താ നമ്മളെ കേരളത്തിൽ തന്നെ ഇതും കൂടി ശരിക്കും ഒരു റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, അതിനുള്ള സപ്പോർട്ട് കിട്ടണം അല്ലേ? ഹാദിയുടെ ഒരു പ്രത്യേകത, അവൻ്റെ ഈ പ്രൊജക്റ്റിലെ ഓരോ ഭാഗവും ഓരോ കോമ്പണൻറ്റും അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ഏറ്റവും ചെലവ് ചുരുക്കി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടാണ് അവൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവന് സപ്പോർട്ട് കൊടുത്ത 2 ടീച്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ കേട്ടു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഫ്രീലാൻസ് വർക്കൊക്കെ ചെയ്ത് ചെറിയ സമ്പാദ്യങ്ങളൊക്കെ അവൻ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് അവൻ പുതിയ കോമ്പോണൻസും പുതിയ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ മേടിച്ച് അവൻ ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഇതുപോലത്തെ സ്മാർട്ട് ട്രാഫിക് സിസ്റ്റവും സ്മാർട്ട് ആംബുലൻസും ഒക്കെ ഓൾറെഡി ഇന്ന് ലോകത്ത് അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ സാധാരണക്കാരിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അത് മനസ്സിൽ വെച്ച് തന്നെയാണ് ഹാദി അവൻ്റെ ഈ പ്രൊജക്റ്റ് മൊത്തം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഹീസ് ആക്ച്വലി ട്രൈങ് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? സോ നമുക്ക് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും ഹാദിക്ക് നമ്മൾ കൊടുക്കണം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവൻ ആഗ്രഹിക്കുന്ന പോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയ അനൂപ് സാർ ഈ വീഡിയോ കാണാനിടയാട്ടെ. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഹാദി ഇന്നൊരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് വളരാനുമുണ്ട്. അതിന് ആവശ്യമുള്ള സാഹചര്യങ്ങളും അതിനാവശ്യമുള്ള ആളുകളും അവരുടെ ചുറ്റും ഉണ്ടായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.